എടപാടാ വല്ലു പാടാ എന്തി വാ നമുക്ക് എന്തെന്ന് ഇപ്പൊ വേണ്ടേ വീഡിയോ എടുത്തായിരുന്നു വരുവാ അമ്മേനെ കൊണ്ട് ആയി ആയി ഇന്ന് ഉച്ചക്ക് കറി ഇന്ന് രസമുണ്ട് പിന്നെ തൈര് പിന്നെ മീന് മത്തി ഫ്രൈ ഉണ്ട് പിന്നെ എലിശ്ശേരി ആക്കണം എന്തായാലും നീ വന്നേല്ലേ ഞാൻ കാണിച്ചു തരാം എലിശ്ശേരി ആക്കുന്നത് ഇതിപ്പോ കടല വേവിച്ച് വെച്ചിന് പിന്നെ ചട്ടിയിലാണ് ആക്കല് എനിക്ക് ഇഷ്ടം ചട്ടി ആയതുകൊണ്ട് ചട്ടിയിലാക്കുന്നത് പിന്നെ എലിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മ കൂട്ടുകറി എന്നും പറയും ഇത് വേണം മത്തങ്ങ പച്ചക്കായി ചേന ഇതെല്ലാം മുറിച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് മുറിക്കണം മുറിക്കട്ട് കേട്ടാ അപ്പോൾ മത്തങ്ങയും കായും ചേനയും എല്ലാം ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ കുക്കറിലേക്ക് ഒന്നിച്ചിടാം എന്നിട്ട് ഒരു വിസിലടിച്ചാൽ മതി നല്ല പഠിക്കുന്നുണ്ടല്ലോ നീ എന്നിട്ട് പിന്നെ അരക്കണം ഇനി അത് ഇത് കുക്കർ വെച്ചിട്ടാകുമ്പോ അത് അരക്കാം അപ്പോഴത്തേക്ക് ഇതൊരു വിസിലടിക്കുമ്പോഴത്തേക്ക് അത് അരച്ചിട്ടാവും എല്ലാം കൂടി മിക്സ് ചെയ്താൽ ഇതിലിപ്പോൾ വെള്ളം കുറവ് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കുറേ കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എലിശ്ശേരി എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് കട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ ആയി ഇനി മിക്സിയിൽ തേങ്ങ പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം ഇടാം പിന്നെ മുളക് പൊടി കുറച്ച് കുറവാണ് ഇടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എരിവ് വേണ്ട എരിവെല്ലായെങ്കിൽ നീയെല്ലാം ഇങ്ങനെ എരിഞ്ഞിട്ട് വിൽക്കാൻ തുടങ്ങൂലേ അതുകൊണ്ട് പിന്നെ ഇത് വേണം കുരുമുളക് പൊടിയും വേണം കുറച്ച് കൂടുതൽ ഇട്ടിനി എന്നാലും അധികമില്ല പിന്നെ പച്ചമുളക് 2 എണ്ണം പിന്നെ കറിവേപ്പില ജീരകം ഇത്ര സാധനം ഇനി അരക്കണം ഞാൻ അരക്കുന്നു അപ്പോഴത്തേക്ക് കുക്കർ വിസിലടിക്കുകയും ചെയ്യും കുക്കറിൽ എല്ലാം വേവിച്ചതെല്ലാം ഇതിലേക്ക് ഇട്ടു ചട്ടിയിലേക്ക് ഇട്ടു ചട്ടിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്നിട്ട് ഉപ്പിട്ടിട്ട് ഈ അരച്ച് വെച്ചതെല്ലാം ഇല്ലേ അതെല്ലാം ഇതിലേക്ക് ഇടുന്നു ചട്ടിയിലേക്ക് ഓരോരാള് തിളപ്പിക്കും ഉപ്പിട്ടിട്ട് എന്നിട്ട് പിന്നെ ഇറക്കി കൂട്ടും അങ്ങനെ ആക്കണമെന്നില്ല ഇങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് കൂട്ടാം ശരിക്കും ആവശ്യമില്ല പിന്നെ മിക്സിയിൽ കുറച്ച് ഇതുണ്ടല്ലോ അരവുണ്ടല്ലോ അതുകൊണ്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇത് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ട് ഇത് തിളക്കാൻ വെക്കാം കുറച്ച് സമയം എടുക്കും തിളക്കാൻ നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ ഇതിലഞ്ഞ് പിന്നെ വറുത്തിടണ്ട അപ്പം ഇത് ഇവിടെ ഇങ്ങനെ കുറച്ച് തിളക്കുന്നുണ്ട് ഇത് തീ കുറച്ചിട്ട് വെക്കാം വെച്ചിട്ട് നമുക്ക് കടുകിൻ്റെ പരിപാടി നോക്കാം അതിൻ്റെ ഇടക്ക് മീൻ ഫ്രൈയും ആക്കുന്നുണ്ട് കേട്ടോ മത്തി ഫ്രൈ വെച്ചിന് ഞാൻ ഇല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് സമയം വയ്യൂലേ അതുകൊണ്ട് ഇതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെച്ചാൽ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇതിന് വറുത്തിടുന്ന സമയത്ത് ഉഴുന്ന് വേണം കടു വേണം തേങ്ങ വേണം എണ്ണ ഒഴിക്കുന്നു എണ്ണ കുറച്ച് നല്ലോണം വേണം എന്നാൽ
തേങ്ങ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ഉഴുന്നിടാം, പിന്നെ കടുക് ഇടാം. ഇനി കടുകൊന്ന് പൊട്ടിയിട്ടാകുമ്പോൾ തേങ്ങ ഇടേണ്ടത്. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ട് ഇതിലേക്ക് തേങ്ങ ഇതെല്ലാം ചിരകിയിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കുന്നത്. ഇവിടെ തേങ്ങ ചെരിയത് മേടിക്കാൻ കിട്ടും, പക്ഷെ അതാണ് സമയത്ത് നമുക്ക് നഷ്ടമാണ്. തേങ്ങ ചേരുന്ന മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തേങ്ങ ചിരകാം. അപ്പം അതാണ് എളുപ്പം എന്നല്ല, ലാഭം. ഇനിയിപ്പോൾ തേങ്ങ നല്ലപോലെ ഇതാക്കിയിട്ട് ഒരു ബ്രൗൺ കളറാവണം. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മളെ മത്തി ഫ്രൈ റെഡിയാകുന്നുണ്ട്. അത് നമ്മളെ കാസർഗോഡ് വേറെ സ്റ്റൈലാണ്. എണ്ണ കുറവ്, ഡീപ്പ് ഫ്രൈ അല്ല. കുറച്ചിങ്ങനെ ഫ്രൈങ് പാനിന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിലത്തേക്ക് ചെറിയ തീയിൽ മീൻ വെച്ചിട്ട് മീൻ ഫ്രൈ ആക്കൽ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിൽ ഈ കറിവേപ്പില ഇടാനുണ്ട്, കറിവേപ്പില ഇടാം. പിന്നെ നമ്മളെ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടാം എൽച്ചേരിയിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. എൽച്ചേരി റെഡി. ഇനി നീ നേരത്തെ എന്തെന്ന് കറിയുന്നില്ലേ ചോദിച്ചേ? ചോറിന് എന്തെന്ന് കറിയുന്നു? ചോറ്, രസം, എൽച്ചേരി, മത്തി ഫ്രൈ, പിന്നെ തൈര് പറഞ്ഞു. തൈര് ഓക്കെ അല്ലേ? ഓക്കെ.